YSL-YEDP ഡിസൈനർ ഫ്രാഗ്രൻസുകൾക്കിടയിൽ ഒരു സൂപ്പർ സ്റ്റാറാണ് YSL-YEDP. നമുക്ക് ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് സംസാരിക്കാം. സോ ലെറ്റ് us get to the review. വെൽക്കം ടു സൂഫി ഫ്രാഗ്രൻസ്. ഹായ് ഓൾ, ഐ എം സുഫിയാൻ. YSL അല്ലെങ്കിൽ ഈവ് സെന്റ് ലൊറാൻ എന്ന ഈ ഒരു ബ്രാൻഡിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പെർഫ്യൂം ലൈനപ്പുകളിൽ ഒന്നാണ് വൈ. ഈ ഒരു സീരീസിൽ അവർ ഏകദേശം 7ഓളം പെർഫ്യൂംസ് റിലീസ് ചെയ്തിട്ടുണ്ട്. EDT, EDP, EDP ഇൻറ്റൻസ്, അല്ലെ പാർഫ്യൂം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ 7 പെർഫ്യൂംസ് റിലീസ് ആയിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ കാരണം ഇതിന്റെ പോപ്പുലാരിറ്റിയാണ്, ഇതിന്റെ സക്സസ് ആണ്. അപ്പോൾ ആ ഒരു സക്സസിന്റെ ചുവട് പിടിച്ച് ഇതിനെ ഒരു ക്യാഷ് കൗ ആയിട്ട് മാറ്റിയിട്ടുണ്ട് അവർ. കാരണം ഈ അടുത്തിറങ്ങിയ വൈ എലിക്സർ ഒക്കെ തന്നെ വളരെ പ്രൈസി ആയിരുന്നു. പക്ഷെ അത്ര തന്നെ ആ ഒരു പ്രൈസിന് വർത്തിയായിട്ടുള്ള പെർഫ്യൂം ഒന്നും അല്ല എന്നാണ് റിവ്യൂസ് പറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാലും ഈ ഒരു ലൈനപ്പിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പെർഫ്യൂം ആണെന്ന് നമുക്ക് വേണേൽ YEDP വിളിക്കാം. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ഇടയിലൊക്കെ അവർക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു സെൻറ്റ് പ്രൊഫൈലായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈവൻ വിമൺ പെമ്പിള്ളാരുടെ ഇടയിൽ അവർക്ക് മെൻ ഫ്രാഗ്രൻസുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമായിട്ട് വേണമെങ്കിൽ നമുക്ക് YEDP കാണാം. കാരണം ഈവൻ റിലേറ്റീവ്സിൻ്റെ ഇടയിലാണെങ്കിലും അല്ലെങ്കിൽ കൊളീഗ്സിൻ്റെ ഇടയിലൊക്കെ ആണെങ്കിലും അവർക്ക് വളരെ താല്പര്യമുള്ളൊരു സെൻറ്റ് പ്രൊഫൈലാണ് ഇതിൻ്റെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫ്രഷ് ഫ്രൂട്ടി വുഡി സെൻ്റാണ്. ഇതിൻ്റെ ഓപ്പണിങ് നമുക്ക് പൊതുവേ നല്ല ഒരു റിഫ്രഷിങ് എനർജറ്റിക് ഫീൽ വരുന്ന തരത്തിലുള്ള പെർഫ്യൂംസ് ഉണ്ടാവാറുണ്ട്. നമ്മൾ മുന്നേ സംസാരിച്ചിട്ടുള്ള ഹ്യൂഗോ ബോസിൻ്റെ ഹ്യൂഗോ മാം, ആ ഒരു പെർഫ്യൂം എന്ന് പറഞ്ഞാൽ ഈവൻ ഡേറ്റഡ് ആണെങ്കിലും കുറേ നാളുകൾക്ക് മുന്നേ ഇറങ്ങിയ പെർഫ്യൂം ആണെങ്കിലും ഇപ്പോഴും നമ്മൾ ധരിക്കുമ്പോൾ നമുക്കൊരു റിഫ്രഷിങ്, ഒരു എനർജറ്റിക് ഫീൽ വരുന്നതാണ്. നമ്മുടെ മൂഡിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സെൻറ്റ് പ്രൊഫൈലാണ് അതിനുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നീഷ് പെർഫ്യൂംസിൽ നോക്കുകയാണെങ്കിൽ പാർഫംസ് മാർലിയുടെ സെഡ്ലി ഒക്കെ ഉണ്ട്. അതും നമുക്ക് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിഫ്രഷിങ് കൂളിംഗ് ഫീൽ വരുന്ന തരത്തിലുള്ള സെൻറ്റ് പ്രൊഫൈലാണ്. ഇവിടെയും ആ ഒരു ടൈപ്പ് ഓഫ് റിഫ്രഷിങ് എനർജറ്റിക്, നമ്മളെ മൂഡിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ആ ഒരു ടൈപ്പ് ഓഫ് സെൻറ്റ് പ്രൊഫൈലുള്ള പെർഫ്യൂമാണ്. ഇത് ഒരു ഷവർ ജെല്ലൊക്കെ പോലെ സ്മെൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രീൻ ആപ്പിളിൻ്റെയും ബെർഗമോട്ടിൻ്റെയും ജിഞ്ചറിൻ്റെയൊക്കെ ഒരു മിക്സാണ് നമുക്കിതിൻ്റെ ടോപ്പ് നോട്ട്സ് എന്ന് കിട്ടുക. അത് നല്ല കിട്ടില്ല സ്മെല്ലാണ്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് വീണുവാനും മേടിക്കാൻ നമുക്കൊരു ത്വര വരുന്ന തരത്തിലുള്ള ഒരു സെൻറ്റ് പ്രൊഫൈലാണ് ഇതിൻ്റെ. നമ്മുടെ ചുറ്റിലുള്ള എയറിൽ ഒരു കിട്ടിലൻ സെൻറ്റ് ക്ലൗഡാണ് ഈ ഒരു പെർഫ്യൂം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഓപ്പണിങ്ങിലുള്ള ഗ്രീൻ ആപ്പിളിൻ്റെ ആ ഒരു ഫ്രൂട്ടിനെസ് ഈ ഒരു ബെർഗമോട്ടിൻ്റെ സെൻറ്റിനെ കവച്ച് വെക്കുന്നുണ്ട്. എന്നിരുന്നാലും ക്ലോസ് ആയിട്ട് സ്മെല്ല് ചെയ്ത് നോക്കുകയാണ് അത് വളരെ പ്രസൻ്റ് ആണ്. പക്ഷെ ആ ഒരു ഫ്രൂട്ടി സ്മെല്ലാണ് കുറച്ചുകൂടെ പുറത്തേക്ക് എടുത്തു നിൽക്കുന്നത്. പിന്നെ കുറച്ചധികം സമയം കഴിയുമ്പോൾ അതിലേക്ക് ജൂനിപ്പർ ബെറീസിൻ്റെ ഒരു പൈനി ഫീല് കയറി വരുന്നുണ്ട്. ആ ഒരു പൈനി ക്യാരക്ടറിനെ കുറിച്ച് നമ്മൾ ഹ്യൂഗോ ബോസ് മാൻ്റെ റിവ്യൂവിൽ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അരോമാറ്റിക് നോട്ടായിട്ടുള്ള സേജ് കൊടുക്കുന്ന ഒരു ഹെർബൽ ഫീലും ഈ ഒരു പെർഫ്യൂമിൽ പ്രസൻ്റ് ആണ്. ബേസ് നോട്ട്സിലോട്ട് ടോങ്ക ബീൻ, സിഡാർ വുഡ്, ആംബർ വുഡ്, വെറ്റിവർ ഒക്കെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വുഡി ബേസ് ഉണ്ടെങ്കിലും ഈ ഒരു വുഡി അക്കോർഡ്സ് ഒരിക്കലും ഭയങ്കര സ്ട്രോങ് ആയിട്ട് പുറത്തേക്ക് എടുത്ത് നിൽക്കുന്നില്ല. പകരം ഈ ഒരു ഫ്രൂട്ടി അരോമാറ്റിക് സ്മെല്ലിനോട് കൂടി വളരെ സ്മൂത്ത് ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കുറച്ചധികം സമയം കഴിഞ്ഞ് സ്കിന്നിൽ സ്മെല്ല് ചെയ്ത് നോക്കുകയാണെങ്കിൽ സിഡാർ വുഡിൻ്റെ ഒരു പെൻസിൽ ഷേവിംഗ് ഒക്കെ പോലെയുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള വുഡി ടച്ച് നമുക്കൊന്ന് ഫീൽ ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും അപ്പോഴും ആ ഒരു തുടക്കത്തിൽ നമ്മൾ കണ്ട ആ ഒരു ഗ്രീൻ ആപ്പിളിൻ്റെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് സത്യം പറയുകയാണെങ്കിൽ നമ്മൾ തുടക്കം മുതൽ ഒടുക്കം വരെ എന്നൊക്കെ പറയാം. അതുപോലെ ആ ഒരു ഗ്രീൻ ആപ്പിളിൻ്റെ ഫ്രൂട്ടി സ്മെല്ല് ഈ ഒരു പെർഫ്യൂമിൽ നിൽക്കുന്നുണ്ട്. ഇതിലെ ഗ്രീൻ ആപ്പിൾ നോട്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ടോപ്പ് ഹെവി പെർഫ്യൂംസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. കാരണം ടോപ്പ് ഹെവി പെർഫ്യൂംസ് എന്ന് പറയുമ്പോൾ ഈ ടോപ്പ് നോട്ട്സ് ഉള്ള സെൻറ്റുകൾ കുറച്ചധികം സാധാരണത്തേക്കാൾ അധികം സമയത്തേക്ക് നിൽക്കുന്ന തരത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന പെർഫ്യൂംസ് ആണ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ പല പെർഫ്യൂം ബ്രാൻഡുകളും ഇതൊരു മാർക്കറ്റിംഗ് ഗിമ്മിക്കായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഷോപ്പിൽ നിന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അറിയാൻ പോകുന്നത് ടോപ്പ് നോട്ട്സാണ്. അപ്പം പലരും എന്ത് ചെയ്യില്ല, കുറേ അധികം സമയത്തേക്ക് നേരം നിൽക്കൊന്നുമില്ല, ഡ്രൈ ഡൗൺ ഒന്നും നോക്കിയിട്ടൊന്നുമല്ല എല്ലാവരും എടുക്കുക. അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ടോപ്പ് നോട്ട്സിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രൂട്ടി സിട്രസി നോട്ട്സ് ഒക്കെ വെച്ചിട്ട് അപ്പോൾ ആൾക്കാർ പൊതുവെ എന്ത് ചെയ്യും, അത് സ്മെല്ല് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല ലൈക്കാവും, നമ്മൾ എടുക്കും. അപ്പോൾ അതിന് നേരെ വിപരീതമായിട്ടുള്ള സെൻറ്റുകളുണ്ട്. തുടക്കം രസമില്ലെങ്കിലും ബാക്കി പിന്നിലേക്ക് നല്ല രസമായിട്ട് വരുന്ന സെൻറ്റ് പ്രൊഫൈലുള്ള പെർഫ്യൂംസ് ഉണ്ട്. എന്നിരുന്നാലും ഈ ഒരു ടോപ്പ് ഹെവി പെർഫ്യൂംസിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ ആൾക്കാർ അതിൻ്റെ സെൻറ്റിൽ വീണു പോവുകയും അവർ സാധനം എടുത്തിട്ട് പോവുകയും ചെയ്യും. പക്ഷേ കുറച്ചധികം സമയം കഴിയുമ്പോൾ അതിൻ്റെ മിഡിൽ നോട്ട്സിലേക്കും ഡ്രൈ ഡൗണിലോട്ടൊക്കെ എത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സെൻറ്റ് പ്രൊഫൈൽ ഇരിക്കില്ല അതിനുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഇതൊരു ടോപ്പ് ഹെവി പെർഫ്യൂം അല്ലെങ്കിലും ഇതിലെ ടോപ്പ് നോട്ട്സിലുള്ള ഈ ഒരു ഗ്രീൻ ആപ്പിളിൻ്റെ ആ ഒരു ഫ്രൂട്ടി ഫ്രഷ് ആ ഒരു ക്രിസ്പ് ഫീല് കുറേ അധികം സമയത്തേക്ക് നമുക്കിതൊന്ന് ഫീൽ ചെയ്യാൻ പറ്റും. ഏകദേശം മുഴുവൻ സമയം എന്ന് വേണമെങ്കിൽ പറയാം. എന്നിരുന്നാലും
ആ ഒരു കുറെ അധികം നേരത്തേക്ക് ഈ ഒരു പെർഫ്യൂമിന് അതിൻ്റെ ആ ഒരു ക്രിസ്പി ഫ്രഷ് ഒരു എന്താ പറയുക, നമ്മൾ ഷവർ ജെല്ലിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീൽ ഈ ഒരു പെർഫ്യൂം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ ഇതൊരു ഫ്രഷ് ഫ്രൂട്ടി അരോമാറ്റിക് വുഡി സെൻ്റാണ്. ഇതിൽ മെയിൻലി നമുക്ക് കിട്ടാൻ പോകുന്നത് ഗ്രീൻ ആപ്പിളിൻ്റെ ആ ഒരു ക്രിസ്പ് ആയിട്ടുള്ള ഫ്രഷ് ഫ്രൂട്ടി സ്മെല്ലും സേജിൻ്റെ അരോമാറ്റിക് നോട്ട്സും പിന്നെ കുറച്ച് ബേസിലോട്ട് ഇത്തിരി വുഡി അക്കോർഡ്സ് ഒക്കെയാണ്. ഇത് നമുക്ക് എവിടേക്കും ഏത് വെതറിലും ഏത് ഒക്കേഷനിലേക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ്. ഒരു ഡേറ്റിന് പോകുമ്പോഴോ ഒരു കല്യാണത്തിന് പോകുമ്പോഴോ കോളേജിൽ പോകുമ്പോഴാണെങ്കിലോ അല്ലെങ്കിൽ ഓഫീസിൽ പോകുമ്പോൾ ഒക്കെ വളരെ സേഫായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി പെർഫ്യൂമാണ്. നിങ്ങൾക്ക് കുറച്ച് കോംപ്ലിമെൻറ്റ്സ് കൊണ്ടുവരാൻ ചാൻസ് ഉള്ള ഒരു പെർഫ്യൂം കൂടെയാണ്. പക്ഷേ ഇതൊരിക്കലും ഒരു ബീസ് മോഡാണെന്നൊന്നും ഞാൻ പറയില്ല. നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പെർഫോമൻസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും എനിക്ക് 1-2 അനുഭവം ഉണ്ടായത്, ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഇറക്കി കൊടുക്കാൻ പോയപ്പോൾ അവിടെ കാർ പാർക്ക് ചെയ്ത് ഞാൻ പുറത്തിറങ്ങി വരുമ്പോൾ ഒരു പുള്ളി ട്രോളിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പുള്ളി ഇങ്ങനെ നടന്നു വരിക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്. അറൗണ്ട് ഒരു 40 years ഓഫ് ഏജ്, ഒരു 40 വയസ്സിൻ്റെ അടുത്തൊക്കെ നിൽക്കുന്ന പുള്ളിയാണ്. അപ്പോൾ ആള് എന്നെ അങ്ങ് പാസ് ചെയ്ത് പോയ പുള്ളി ആ പോയ വഴിക്ക് മുഴുവൻ ഇതിൻ്റെ സെൻ്റായിരുന്നു. അപ്പോൾ ഒന്നുകിൽ ആള് കാറിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് വല്ലതും അടിച്ചിട്ട് ഇറങ്ങിയതായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, ഇത് അതുപോലെ തന്നെ പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ ഒന്ന്, എൻ്റെ ഫ്രണ്ട് അവൻ എന്നോട് പറഞ്ഞത് അവൻ ഉച്ചയ്ക്ക് 1 മണിക്ക് എങ്ങാണ്ടോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പഠിച്ചതാണ്. അപ്പോൾ അവൻ കറങ്ങിയൊക്കെ വന്ന് അവനെ ഞാൻ കാണുന്ന വൈകുന്നേരം ഒരു ഏകദേശം 7 മണിക്ക് മഗ്‌രിബിൻ്റെ സമയം എന്ന് പറയുമ്പോൾ. അപ്പോൾ അവർ പള്ളിയിൽ പോകാൻ നിൽക്കുന്നതാണ് അവനെ ഞാൻ കണ്ടത്. അപ്പോൾ സംസാരിച്ചപ്പോൾ ഏകദേശം അവൻ്റെ ഒരു 1 feet അവൻ്റെ അടുത്ത് നമ്മൾ എത്തുന്ന സമയത്ത് ആ ഒരു സെൻ ബബിള് നമുക്ക് ഫീൽ ചെയ്യും ഇതിൻ്റെ. അപ്പം അങ്ങനെ വൃത്തിക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ കൂടെ ഞാൻ ഭയങ്കര ചൂടുള്ള സമയത്തൊക്കെ വെയർ ചെയ്തപ്പോൾ എനിക്ക് സ്കിന്നിൽ ഏകദേശം ഒരു 5 hours, നമ്മൾ നന്നായിട്ട് സ്വെറ്റൊക്കെ ചെയ്യുന്ന ടൈമാണ്, പുറത്തൊക്കെ പോയി ഞാൻ ബസ്സിലൊക്കെ ട്രാവലൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ യൂസ് ചെയ്തപ്പോൾ ഒരു 5 hours വരെയൊക്കെയാണ് സ്കിന്നിൽ നിൽക്കുന്നത്. ക്ലോത്ത്സിൽ 6+ hours ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഭയങ്കര സ്ട്രോങ് അല്ല. പിന്നെ ആദ്യത്തെ ഒരു 1 to 1.5 hours ഇടയിലാണ് പ്രൊജക്ഷൻ ഉള്ളത്. കുഴപ്പമില്ലാത്തൊരു സെൻട്രയിലും ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ കൂടുതലും ഇൻഡോർസ് ഒക്കെ ആണെങ്കിൽ, നമ്മൾ എ സിയിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഞാൻ കൂടുതൽ സമയം വീക്ക് ഡേയ്സിൽ കൂടുതൽ സമയം ഞാൻ ഇൻഡോർസാണ് ഉണ്ടാവുക. ഓഫീസിലാകുമ്പോൾ പിന്നെ പുറത്തിറങ്ങി നടക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വെയർ ചെയ്യുമ്പോൾ എങ്ങനെയായാലും 8+ hours കൂളായിട്ട് ഈ പെർഫ്യൂം ക്ലോത്ത്സിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആദ്യത്തെ ഒരു 2 to 2.5 hours വരെ അത്യാവശ്യം നല്ലൊരു പ്രൊജക്ഷനും പിന്നെ കുഴപ്പമില്ലാത്തൊരു സെൻട്രയിലും ഈ ഒരു പെർഫ്യൂം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് നന്നായിട്ട് വെയർക്കുകയോ ചെയ്യുമ്പോൾ പുറത്തു പോകുമ്പോൾ ഇതൊരു ബീസ് മോഡായിട്ട് പെർഫോം ചെയ്യുന്നൊന്നും വിചാരിക്കരുത്. അങ്ങനെ അത്യാവശ്യം നല്ല പെർഫോമൻസ് എനിക്ക് കിട്ടിയിട്ടുള്ള പെർഫ്യൂമുകളൊന്നാണ് ഡോൾച്ചെ ആൻഡ് ഗബ്ബാനയുടെ ലൈറ്റ് ബ്ലൂ ഫോർ എവർ ഒക്കെ. അത് നല്ല വെയിലൊക്കെ ഉള്ളപ്പോഴും എനിക്ക് സ്കിന്നിൽ 6 മണിക്കൂറിന് മേലൊക്കെ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായി. പിന്നെ കുഴപ്പമില്ലാതെ 2 മണിക്കൂറിൻ്റെ അടുത്തൊക്കെ അത് പ്രൊജക്റ്റും ചെയ്യുന്നുണ്ടായി. പക്ഷെ അത് ഇപ്പം അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് പെർഫോമൻസ് ഒന്നും നിങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. പക്ഷേ ഇൻഡോർസ് നിങ്ങൾ എ സിയിലൊക്കെ ആണെങ്കിൽ നല്ല കിട്ടിലൻ സെൻറ്റ് തന്നെ ആയിരിക്കും ഇത്. അത്യാവശ്യം കോംപ്ലിമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ ചാൻസ് ഉള്ളൊരു പെർഫ്യൂമും കൂടെയാണ്. വിമനെ പ്രത്യേകിച്ച് വളരെ ഇഷ്ടമുള്ളൊരു പെർഫ്യൂമായിട്ടാണ് YSL Y EDP എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 1.5 വർഷം മുന്നുള്ള ബാച്ചാണ്. ഞാൻ വാങ്ങിച്ചിട്ട് 1 വർഷത്തിന് മേലെ ആയിട്ടുണ്ട്. അന്ന് MRP വന്നിരുന്നത് 8,600 രൂപയായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ അവന്മാർ ഒന്നുകൂടെ പ്രൈസൊക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പല പെർഫ്യൂമുകളുടെ ടോം ഫോർഡിൻ്റെ ഒക്കെ കൂട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ഡിയോറിലൊക്കെ കൂടാൻ മതി. അപ്പോൾ YSLനെയും അസാറോടെയൊക്കെ പ്രൈസ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അവന്മാർ നൈസായിട്ട് പ്രൈസ് ഹൈക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തും പ്രൈസ് കൂടിയാണ് 8,600 എത്തിയിരുന്നതെന്ന് തോന്നുന്നു. ഓഫറൊക്കെ കഴിച്ചിട്ട് ഏകദേശം 7,000 രൂപയുടെ അടുത്താണ് ഞാൻ പേ ചെയ്തത്. നമ്മുടെ ടാറ്റ ക്ലിക്ക് ആപ്പിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് നല്ല കിഡിലിന് ഓഫർ കാണാറുണ്ട്. പലരും 6,500 രൂപയ്ക്കൊക്കെ YSL Y EDP കിട്ടിയെന്ന് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും താല്പര്യമുണ്ട് ഇത് മേടിക്കാമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഓഫേഴ്സൊക്കെ ഉള്ള സമയത്ത്, ബ്രാൻഡ് ഓഫേഴ്സ് സ്റ്റോപ്പിലൊക്കെ ഈ ബ്രാൻഡുകൾ YSL മാത്രം 10% ഓഫ്, പിന്നെ അതിൻ്റെ കൂടെ കാർഡ് ഓഫറൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയമൊക്കെ നോക്കി മാത്രം മേടിക്കാം. നിങ്ങൾ എന്ത് തന്നെയാലും പോയി ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കുക, ഇത് നിങ്ങളുടെ ടേസ്റ്റിന് ചേരുന്നതാണോ എന്ന്. അതിനുശേഷം മാത്രം വാങ്ങിക്കുക. എന്നിരുന്നാലും കൂടുതൽ ആൾക്കാർക്കും ബ്ലൈൻഡ് ബൈ വാങ്ങാൻ പറ്റിയ ഒരു പെർഫ്യൂം ആയിരിക്കാം YSL Y EDP. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസസ് കമൻസിൽ ഷെയർ ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.